അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയ സഹോദരങ്ങളെ, ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാ ദിവസവും രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുമ്പോൾ കാന ഇദാ അവ ഇലാ ഫിറാഷിഹി കുല്ല ലൈലത്തിൻ, എല്ലാ രാത്രിയിലും ജമഅ കഫൈഹി, രണ്ട് കൈപ്പത്തികളും ഇങ്ങനെ ചേർത്ത് വെക്കും. സുമ്മ നഫസ ഫീഹിമാ, എന്നിട്ട് അതിലേക്ക് ഊതും എന്ന് ഊതും. ഫഖറഅ ഫീഹിമ, എന്നിട്ട് അതിൽ ഓതുകയും ചെയ്യും. ഖുൽ ഹുവല്ലാഹു അഹദ് വഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് വഖുൽ അഊദു ബിറബ്ബിന്നാസ്, ഈ മൂന്ന് സൂറത്തുകൾ ഓതും. സുമ്മ യംസഹു ബിഹിമാ മസ്തതാഅ മിൻ ജസദിഹി യബ്ദഉ ബിഹിമാ അലാ റഅസിഹി വഅലാ വജ്ഹിഹി വഅലാ മാ അഖ്ബല ജസദിഹി യഫ്അലു ദാലിക സലാസ മറാത്തിൻ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ശരീരത്തിൽ സാധിക്കുന്ന ഭാഗങ്ങളിലൊക്കെ തടവും. തലയിൽ നിന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തുടങ്ങുക. ആദ്യം തല തടവും, പിന്നെ മുഖം തടവും, പിന്നെ ശരീരത്തിൻ്റെ മുൻഭാഗം മുഴുവൻ തടവും, പിന്നീട് കയ്യെത്താവുന്ന സ്ഥലങ്ങളിലൊക്കെ തടവും. എങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യുന്നത്? കൈകൾ ഇങ്ങനെ പിടിച്ചിട്ട്, ചില പണ്ഡിതന്മാർ പറഞ്ഞു ആദ്യം ഈ മൂന്ന് സൂറത്തുകൾ ഓതിയിട്ട് ഊതുക. ഇനി ഊതിയതിന് ശേഷം ഓതിയാലും കുഴപ്പമില്ല. അങ്ങനെ മൂന്ന് സൂറത്തും ഒരുമിച്ച് ഓതിയതിന് ശേഷം ശരീരത്തിൽ മുഴുവൻ തടവുക. ഇത് 3 തവണ റിപ്പീറ്റ് ചെയ്യണം. അപ്പോൾ സൂറത്തുൽ ഇഖ്ലാസ്, ഫലക്ക്, നാസ് മൂന്ന് തവണ വരും. അങ്ങനെ ഓതിയിട്ട് ശരീരത്തിൽ മുഴുവൻ തടവുക. ഇത് സംരക്ഷണം ലഭിക്കാൻ വേണ്ടി, ഒരു പ്രശ്നമുണ്ടാകുന്നതിന് മുമ്പ് ചെയ്യുന്ന റുഖിയയാണ് എന്ന് വരെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. കാരണം അവിടെ മന്ത്രിക്കലും മന്ത്രിച്ചു ഊതലും ശരീരത്തിൽ തടവലുമുണ്ട്. എന്തിനാണത്? പിശാചിൽ നിന്നും മറ്റു എല്ലാ ഷർറുകളിൽ നിന്നും ഉറങ്ങാൻ കിടക്കുമ്പോൾ രക്ഷ ലഭിക്കാൻ വേണ്ടിയാണ്. അതേപോലെ തന്നെ ഖൈറായ ഒരു ഉറക്കം ലഭിക്കാൻ വേണ്ടി, ബറക്കത്തുകൾ ലഭിക്കാൻ വേണ്ടി, സമാധാനം ലഭിക്കാൻ വേണ്ടി, ഷർറുകളെ തടയാൻ വേണ്ടിയൊക്കെയുള്ള ഒരു മന്ത്രമായിട്ടാണ് ഇതിനെ കാണേണ്ടത്, അല്ലെങ്കിൽ ഒരു ദിക്റിൻ്റെ ഭാഗമായിട്ടാണ് ഇതിനെ കാണേണ്ടത്. അതുകൊണ്ട് ഉറങ്ങുന്നതിന് മുമ്പ് ഈ ഒരു കാര്യം എല്ലാവരും പതിവാക്കുക, അതിൽ ഖൈറുണ്ടെന്ന് മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.